കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ധന്യാത്മാവാം യശോദയ്ക്കതിമധുരതരം കണ്ണിനാനന്ദദീപം രാധയ്ക്കോ പ്രേമദീപം മുനിജനഹൃദയത്തിങ്കലോ ജ്ഞാനദീപം ലോകത്തിനാഗദീപം ഗുരുഭവനപുരേ ഉജ്ജ്വലിക്കുന്ന ദീപം സാക്ഷാൽ ശ്രീകൃഷ്ണദീപം യദുകുലതിലകം ഭദ്രദീപം തൊഴുന്നേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയമുള്ളവരെ, ആലപ്പുഴ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മീയ വിചാരധാരയും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജ്യോതിർഗമയ എന്നൊരു പ്രഭാഷണ പരിപാടി തുടങ്ങിയിട്ട് 6ാമത്തതാണ് എന്ന് പറയുകയുണ്ടായി. അതീവ സന്തോഷം, വളരെയധികം നമുക്ക് പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ വിചാരങ്ങളെ മുഴുവൻ പഠിച്ചു എന്നെനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഒരു ബുക്ക് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി, ആ ബുക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കി. പക്ഷേ അതിൽ ഇനിയും ആഴത്തിൽ ചെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇനി ആലപ്പുഴയിലായിരുന്നെങ്കിൽ എല്ലാ ഞായറാഴ്ചയും വരാൻ പറ്റുമായിരുന്നു. പക്ഷെ തൃപ്പൂണിത്തുറയിലായതുകൊണ്ടാണ് സാറ് ചില ലിങ്ക് ഇടുന്ന സമയത്ത് ആ ലിങ്കിൽ കയറി അത് എന്താണ് അതിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ ഏതായാലും ഇതിൽ എന്നെ ഈ പരമ്പരയിൽ എനിക്കറിയാവുന്ന ഇവിടെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് നാരായണീയത്തിൻ്റെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ ശിവദാസൻ അവർകൾക്കും അതുപോലെ സെക്രട്ടറി ശ്രീ മധുസൂദനൻ പിള്ള അവർകൾക്കും പ്രോഗ്രാം കോർഡിനേറ്റർ ജി മണി അതുപോലെ എൻ്റെ ഉറ്റ സുഹൃത്തുമാണ്, അദ്ദേഹത്തിനോടും ആദ്യം തന്നെ എൻ്റെ കൃതജ്ഞതയും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എന്നെ ശ്രമിക്കാനായിട്ട് വന്നിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ വളരെയധികം നാരായണീയം അരച്ചു കുടിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെയുള്ള ആളുകളുടെ മുമ്പിൽ വന്ന് 2 വാക്ക് നാരായണത്തെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു സന്ദേശം എന്നുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ അനുഗ്രഹ ആശിസ്സുകൾ ആണ് എന്നുള്ളത് പറയാതെ വരും. അപ്പോൾ നാരായണത്തെക്കുറിച്ചുള്ള നാരായണീയം തരുന്ന സന്ദേശം എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നാരായണീയം ഇറ്റ്സെൽഫ് ഈസ് എ മെസ്സേജ്. നമ്മുടെ ഗാന്ധിജിയുടെ പറയും ഗാന്ധിജീസ് ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ മെസ്സേജ് എന്ന് പറയുന്നത് പോലെ ഈ നാരായണീയത്തിനെ ആരാണ് രചിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന പണ്ഡിത ശ്രേഷ്ഠന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ആത്മസമർപ്പിതമായ ജീവിതത്തിൻ്റെയും ഒരു അത്ഭുതമായിട്ടുള്ള ഒരു പരിണത ഫലമാണ് ഈ സ്തോത്രകാവ്യം. ചിലർ നാരായണത്തെ സ്തോത്രകാവ്യമായിട്ട് കാണുന്നു, ചിലർ അതേ സമയത്ത് അതിനെ ഒരു ദിവ്യ ഔഷധം, എനിക്ക് എവിടെയും പോകണ്ട, കാരണം ഭട്ടതിരിക്ക് അത് ദിവ്യ ഔഷധം തന്നെയായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, വെറും ശാരീരിക ചികിത്സയല്ല, മാനസിക ചികിത്സയും ശാരീരിക ചികിത്സയും ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവ്യ ഔഷധമായി കാണുന്നു. എന്നാൽ വേറെ ചിലർക്ക് ഇത് കവിഭാവനയുടെ കവിത്വത്തിൻ്റെ ഇത്രയും ഭംഗിയായി കവിത്വ ശക്തി, അർത്ഥഗാംഭീര്യം, അർത്ഥശില്പമുള്ള ഒരു ഗ്രന്ഥമുണ്ടോ എന്നെനിക്ക് സംശയം. കാരണം നമ്മൾ ആ രീതിയിൽ കവികൾക്ക് അതിനെ വേണമെങ്കിൽ കാണാം, അന്വേഷിക്കാം.
ഇനി അതുകൂടാതെ ഒരു സാമൂഹ്യമായിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള സന്ദേശം, ഒരു സാമൂഹ്യ അവബോധം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉന്നതി, നമ്മുടെ ആത്മീയ സംസ്കാരത്തിന്റെ ഒരു കെടാവിളക്കായിട്ടും നാരായണീയത്തെ കാണുന്നുണ്ട്. ഏത് രീതിയിലാണെങ്കിലും ഭാഗവതത്തിൽ നിന്നും ആ പഴത്തിൽ നിന്നും പിഴിഞ്ഞെടുത്ത ഒരു ജ്യൂസാണ് നാരായണീയം. കാരണം ഒരു കാര്യത്തെ വളരെ വിസ്തരിച്ച് പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അതിനെ സംഗ്രഹിച്ച് ഒരു ക്യാപ്സൂൾ പോലെ ആക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ് ഭട്ടതിരിപ്പാട് ചെയ്തിരിക്കുന്നത്. കാരണം ഭാഗവതം പോലെ വിസ്തൃതമായ ആ ഗ്രന്ഥത്തെ അതിൻ്റെ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആത്മാവ് ഒട്ടും ചോർന്നു പോകാതെ തന്നെ അദ്ദേഹം നാരായണീയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭാഗവതമാകുന്ന ഒരു സുമേരു പർവ്വതം, ആ സുമേരു പർവ്വതത്തിൽ നിന്നും തിരഞ്ഞെടുത്ത രത്നശിലകളെ കൊണ്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? ഒരു അമ്പലം, അതായത് ഗുരുവായൂരപ്പന്റെ നിത്യ സാന്നിധ്യമായിരിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥം തന്നെയാണ്, ആ ക്ഷേത്രമാണ് നാരായണീയം എന്ന് പറയുന്നത് തെറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബുക്ക് എടുക്കുമ്പോഴെല്ലാം ഇതിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും തന്നെ അത് അറിയാവുന്നു. കാരണം ഇതിനോട് താല്പര്യമുള്ളവരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിത വൃത്തം അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത് അത് കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ഒരു മുഖപുര ആമുഖം എന്നുള്ള രീതിയിൽ അല്പമെങ്കിലും പറയാതെ വരും. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം മലപ്പുറത്തിനടുത്ത് മേൽപ്പത്തൂർ എന്ന ഇല്ലത്തിൽ അദ്ദേഹം ജനിച്ചു. വളരെ പ്രതിഭാവാനായ, ബാല്യകാലത്തിൽ തന്നെ അപാര കഴിവുകളും സിദ്ധിയുമുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അച്ഛനിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും അതുപോലെ ഗുരുവായ അച്യുത പിഷാരടിയിൽ നിന്നും അദ്ദേഹം മാധവൻ ഓദിക്കലിൽ നിന്നും എല്ലാം മീമാംസകളും വ്യാകരണങ്ങളും ഭക്തികാവ്യങ്ങളും സംസ്കൃതവും എന്ന് വേണ്ട എല്ലാം സ്വായത്തമാക്കി ഉപനയനം കഴിയുന്നു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അച്യുത പിഷാരടി മരുമകളെ വിവാഹം കഴിച്ച് അല്പ വിഷയ സുഖഭോഗത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അച്യുത പിഷാരടി എന്ന ഗുരു എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം രാവിലെ ഉറക്കച്ചടവോടുകൂടി ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു നല്ല മനുഷ്യജന്മം ലഭിച്ചിട്ട് ആ ജീവിതം ഇങ്ങനെ വ്യക്തമാക്കുന്നുവല്ലോ എന്ന് അച്യുത പിഷാരടി പറയുകയും ആ ഒരു വാക്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റുകയും ചെയ്തു. ഈ വാക്കുകൾക്ക് നമുക്കറിയാം എല്ലായ്പ്പോഴും മാഗ്നറ്റിനേക്കാളും ശക്തിയുള്ളതാണ് വാക്കുകൾ. കാരണം അത് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. രത്നാകരനിൽ നിന്നും വാൽമീകിയിലേക്കായ കഥയല്ല സത്യം, വാൽമീകിയിലോട്ടായത്. അതുപോലെ ഗോസ്വാമി തുളസീദാസ് എന്ന ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പത്നി രത്നാവലിയുടെ വാക്കുകളാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ കാമത്തിന്റെ ദൂതനായി വരുന്നതിന് പകരം രാമന്റെ ദൂതനായി വന്നിരുന്നുവെങ്കിൽ ഞാൻ എത്ര സന്തോഷിച്ചേനെ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് ഗോസ്വാമി തുളസീദാസിനെ തന്നു. ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഉള്ളത്. പറഞ്ഞതിന്റെ അർത്ഥം അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അച്യുത പിഷാരടിയുടെ ശിഷ്യനാവുകയും അതോടുകൂടി അദ്ദേഹം വേറെ ഒന്നും തന്നെ ചിന്തയില്ല, എപ്പോഴും ഗുരുവിന് ശുശ്രൂഷയും എല്ലാ തരത്തിലുള്ള രചനകളും ചെയ്യുകയും അങ്ങനെ അതീവ താല്പര്യത്തോടുകൂടി അദ്ദേഹം അതിൽ മുഴുകുകയും ചെയ്തു. അപ്പോൾ നടന്ന കാര്യങ്ങൾ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്യുത പിഷാരടി തന്റെ ഗുരുവിനെ വാതരോഗം പിടിപെട്ടു. ആ വാതരോഗം എല്ലാ സ്ഥലത്തും, കാരണം അച്യുത പിഷാരടി വലിയ ജാതകം നോക്കാൻ അറിയുന്ന ആളാണ്, വലിയ വിദ്വാനാണ്, എല്ലാ വൈദ്യ ചികിത്സകൾ അറിയുന്ന ആളാണ്. അദ്ദേഹം എല്ലാവരോടും അന്വേഷിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, വേർപാട്, കർമ്മവിഭാഗദാനം എന്നുള്ളതെല്ലാം ചെയ്താൽ മാത്രമേ ഈ ഗുരുവിന്റെ ആ വാതരോഗത്തെ വേറൊരാൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. കർമ്മവിഭാഗദാനം എല്ലാവർക്കും പറ്റുകയില്ല. തേജസ്വിയായ ഒരാൾ വേണം അത് സ്വീകരിക്കാനായിട്ട്. അത് അങ്ങനെ അല്ലെങ്കിൽ ആ പാപം മുഴുവൻ അവർക്ക് വരും. ഇതെല്ലാം കേട്ടപ്പോൾ ആരും മുന്നോട്ട് വരാത്തപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആ മുഴുവൻ ലോകത്തെയും തന്നെ വായിച്ച് അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു. വാദരോഗിയായി തീരുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാര്യങ്ങളൊന്നും വെറും കഥയാണെന്ന് വിചാരിക്കാൻ പറ്റില്ല.
തികച്ചും ഒരു 420 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളതായ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് എല്ലാറ്റിനും നമുക്ക് സാക്ഷ്യം എന്ന് പറയുന്നത് പോലെ പ്രമാണങ്ങളാണ്. അതുപോലെ ഭട്ടതിരി വാതരോഗ പീഡിതനായി, നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരോടും ചോദിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ മീൻ തൊട്ട് കൂട്ടാനായി പറഞ്ഞുകൊണ്ട് അതും മത്സ്യാവതാരം തൊട്ട് എഴുതാനായി ഗുരുവായൂരിലേക്ക് പോയി. ഈ മത്സ്യാവതാരം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേദങ്ങളുണ്ടല്ലോ, വേദങ്ങളെല്ലാം വല്ലാതെ ചുണ്ടുകൂടി ആ വേദങ്ങൾ ഇരുന്ന സമയത്ത് ആ വേദത്തിനെ ഉദ്ധരിക്കാനായി ഭഗവാൻ മത്സ്യാവതാരത്തിൽ വന്നതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലും മീൻ കൂട്ടി തൊടുക അല്ലെങ്കിൽ മത്സ്യാവതാരം തൊട്ട് തൊടുക എന്നുള്ള ഒരു കാരണം പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഭട്ടതിരി വരികയാണ്. ഭട്ടതിരിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. വേറൊരു കാര്യം, നമ്മൾ നാരായണീയം വായിക്കുന്നത് പോലെയല്ല അദ്ദേഹം. നാരായണീയം എഴുതിയിട്ടില്ല. അദ്ദേഹം ഭഗവാന് ഭജനത്തിന് പോവുകയാണ്. എങ്ങനെയാണ്? അനങ്ങാൻ പറ്റാതെ, കഴുത്തനക്കാൻ പറ്റാതെ, കാല് ചലിപ്പിക്കാൻ പറ്റാതെ, ഒന്നും ചെയ്യാൻ പറ്റാതെ 10-15 പേരും അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ മാതൃദത്തനോടൊപ്പം ഒരു ഓണം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിലെത്തുകയാണ്. അവിടുത്തെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഗുരുവായൂരിലേക്കാണ് വരേണ്ടത്. ആ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് വന്നു. ഗർഭഗൃഹത്തിലേക്ക് കയറി. ഗർഭഗൃഹത്തിൽ കയറുമ്പോൾ ഇടതുവശത്ത് ഇന്നും നമ്മൾ കയറുമ്പോൾ ആദ്യമായി തൊട്ട് വന്നിക്കുന്ന ഭട്ടതിരിയുടെ എല്ലാവരും കണ്ടു കാണും ആ സ്ഥലം. അവിടെ വന്ന് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തുകയാണ്. ഇത് പറയുന്നത് അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുകയാണ് ഭഗവാനെ. ഗുരുവായൂരപ്പ, ഞാനിത് അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പന് നോക്കുമ്പോൾ ഗുരുവായൂരപ്പന് നേരെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഗുരുവായൂരപ്പ ഒരു കാര്യം ചെയ്യുമോ? എന്താ ഭട്ടതിരി? ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്തനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള സംവാദ രൂപേണയാണ്. ഗുരുവായൂരപ്പൻ തല കുലുക്കി ഓരോ ദശകത്തിലും തലയാട്ടി സമ്മതിച്ചു എന്നുള്ളതാണ്. അതേസമയം ഭാഗവതത്തിലും ബാക്കി എല്ലാറ്റിലും ഒരു ഭക്തോത്തമൻ വേറൊരു ഭക്തന് പറഞ്ഞു കൊടുക്കുന്നു. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. അങ്ങനെ നമ്മൾ എല്ലാം കാണുമ്പോഴേ ഇവിടെ മാത്രം അതൊരു വല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഭഗവാൻ നോക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കഴുത്ത് മാത്രം ഒന്ന് അല്പം നീട്ടിത്തരാണ്, എന്നാൽ എനിക്ക് അങ്ങനെ കാണാമല്ലോ. പക്ഷേ സാധ്യമല്ല. ഗുരുവായൂരപ്പന്റെ മറുപടിയാണ് സാധ്യമല്ല. വീണ്ടും ചോദിച്ചു, അങ്ങ് കരുണാ സമുദ്രമാണെന്നൊക്കെയല്ലേ പറയുന്നത്? ഭഗവാനെ എനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. സാധ്യമല്ല ഭട്ടതിരി. വീണ്ടും ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു, 10-15 പേര് പൊക്കിക്കൊണ്ട് വന്നല്ലോ. പൊക്കിക്കൊണ്ട് വരുമ്പോൾ ആ എൻട്രൻസ് അവിടുന്ന് വരുന്ന സമയത്ത് എന്നെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നില്ലേ? എന്തുകൊണ്ട് കണ്ടില്ല? അപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ് ഭഗവാനെ. എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ശരീരത്തിലായിരുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ആ കമ്പത്തിൽ അവിടെ പോയി ഇടിക്കുമോ, ഞാനൊന്ന് വീട് പോകുമോ എന്ന് പേടിച്ച് എൻ്റെ മനസ്സ് മുഴുവൻ ശരീരത്തിൽ ശരീര അഭിമാനമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കണ്ടില്ല ഭഗവാനെ. ശരിയാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്ന് ചെയ്തു തരണം. അപ്പോഴും ഗുരുവായൂരപ്പൻ പറഞ്ഞു, അത് പറ്റില്ല, സാധ്യമല്ല. അറിയാലോ ഗുരുവായൂരപ്പന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ടത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. വീണ്ടും ഗുരുവായൂരപ്പന് എന്താണ് പേടി എന്ന് വെച്ചാൽ കഴുത്തോ മറ്റോ ചെറുതായിട്ട് ചലിപ്പിച്ചു കൊടുത്താൽ ഇദ്ദേഹം പിന്നെ കഴുത്ത് ശരിയായല്ലോ എന്ന് പറഞ്ഞ നാരായണീയം എഴുതാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് നാരായണ കേൾക്കണ്ടേ, അത് ആ ഭക്തന്റെ എന്നുള്ളത്. അപ്പോൾ ഒരു മറുപടി പറഞ്ഞു, ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭട്ടതിരിക്ക് ഞാൻ ഒന്നും ഒരു സൗജന്യവും തരുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് 100ാമത്തെ ദശകം വരുമ്പോൾ അഗ്രേ പശ്യാമി എന്ന് പറയുന്ന സമയത്ത് ഓരോ അവയവങ്ങളെ കുറിച്ചും വർണ്ണിക്കുമ്പോൾ ഓരോ അവയവവും ഞാൻ നിങ്ങൾക്ക് അനക്കിത്തരാം, ചെയ്തു തരാം. അതുവരെ ക്ഷമിക്കൂ. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴുത്ത്, എനിക്ക് കുഴപ്പമില്ലല്ലോ, ഗുരുവായൂരപ്പ പറയും, എൻ്റെ കഴുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് കാണിച്ചത് മതിയല്ലോ, അപ്പോൾ കാണാമല്ലോ. അത്ര കരുണയോടുകൂടി ഭഗവാൻ കാണിച്ചപ്പോൾ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രൂപത്തെ, ആ ഭഗവാനെ അങ്ങ് കാണുകയാണ്. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എഴുതണ്ടേ. ആ നാരായണി എന്നുള്ളത് ഓരോ ദിവസം ഓരോ ദശകം. ആദ്യത്തെ ദിവസമാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഗുരുവായൂരപ്പൻ പറഞ്ഞു, അതായത് ആദ്യം തന്നെ ഏതെങ്കിലും ഗുരുവിനെ ഓർക്കണ്ടേ എന്തെങ്കിലും എഴുതുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അച്യുത ശാരടെ ഓർത്തോളൂ, അല്ലെങ്കിൽ എന്നെ ഓർത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഓർക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? ഇതൊന്നുമല്ലാത്ത ഒരു മറുപടിയാണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഗുരുവായി കാണുന്നത് എൻ്റെ രോഗങ്ങളെയാണ്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ രോഗങ്ങളാണ്, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ രോഗങ്ങളാണ്. കാരണം ഈ വാതരോഗം പിടിപെട്ടില്ലായിരുന്നെങ്കിൽ
ഞാൻ ഏതെങ്കിലുമൊക്കെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പലതും പറഞ്ഞ് പല കൃതികളും രചിച്ച് കുറെ സമ്മാനങ്ങളും വാങ്ങിച്ച് ഞാൻ അങ്ങനെ വരുമായിരുന്നു. വീണ്ടും ഈ സംസാര സാഗരത്തിൽ ഞാൻ വരുമായിരുന്നു. ഭഗവാനെ, അതുകൊണ്ട് എനിക്ക് രോഗങ്ങളെയാണ് ഞാൻ ആദ്യം നമിക്കുന്നത്. എന്നാൽ ആ രോഗങ്ങളെ നമിച്ചോളൂ, തുടങ്ങിക്കോളൂ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഒരു ചെറിയ വാക്കെങ്കിലും ഭഗവാനെ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടത്രേ, സാന്ദ്ര 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 എന്നൊരു വാക്ക് കേട്ടു. ഈ സാന്ദ്ര കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തിൽ അങ്ങ് ആറാടി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് വേണം? എന്റെ സാന്ദ്രയും നിന്റെ ആനന്ദവും കൂടി എഴുതിക്കോളൂ. സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹന്തഭാഗ്യം ജനാനാം, ആശ്ചര്യം, ആളുകളുടെ ഭാഗ്യം എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? കാരണം ഇവിടെ സാന്ദ്രാനന്ദാവ ബോധാത്മകമാണ്. ആ നിർഗുണ ബ്രഹ്മം അനുഭവിതം, ഇറ്റ് കനോട്ട് ബി കമ്പയർഡ്. അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാലങ്ങൾക്കതീതം, ദേശങ്ങൾക്കതീതം, നിത്യമുക്തം, നിർമുക്തം, നിത്യമുക്തം. അത് അഗോചരമാണ്, അത് അപ്രമേയമാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ആ ബ്രഹ്മമുണ്ടല്ലോ, എവിടെയാണ് വിളങ്ങുന്നത്? ഇന്ന് ഗുരുവായൂരിൽ നമുക്ക് വേണ്ടി ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം. ഈ ഹന്തഭാഗ്യം ജനാനാമിന് എത്ര വ്യാഖ്യാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതിന് സമയമില്ല. അതുകൊണ്ട് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം തുടങ്ങുകയാണ്. അതും രണ്ടാമത്തതിലും പറയുന്നുണ്ട്, ഈ ഗുരുവായൂരപ്പൻ നമുക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? ഈ ഹാളിലാണോ? അല്ലാതെ നമുക്ക് ദൂരെ നടന്നു പോകണോ? ഗുരുവായൂർ വരെ പോകേണ്ട ആവശ്യമില്ല. എവിടെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എവിടെയാണ് കിട്ടിയത്? ഭട്ടതിരി പറയുന്നു, ഹസ്തലബ്ധേയധന്യത്. ഹസ്തലബ്ധേയധന്യം, കൈകളിൽ കിട്ടിയിട്ടുണ്ടല്ലോ ഗുരുവായൂരപ്പന്. തന്വാവാചാദിയാവാം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. നിങ്ങൾ ഓർക്കൂ, സ്ഥിരതര മനസ്സാ പറഞ്ഞു. സ്ഥിരമായ മനസ്സോടുകൂടി ഈ ഭട്ടതിരി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വാദ രോഗത്തെ മാറ്റാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ആ വ്യഷ്ടിയിൽ നിന്നും സമഷ്ടിയിലേക്ക് പോകുന്ന ഒരു നാരായണീയത്തിന്റെ സന്ദേശം അത് തന്നെയല്ലേ ഇത്രയും ഒരു സമസ്ത ലോകശാന്തിക്ക് വേണ്ടിയുള്ളത്? അതാണ് പറഞ്ഞത്, വിശ്വപീഡാപഹത്യയും, വിശ്വത്തിന്റെ മുഴുവൻ പീഡയെയും ഇല്ലാതാക്കുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ്, പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആദ്യത്തെ 3 ദശകത്തിലും ഭട്ടതിരി പറയുന്നില്ല എന്തിനെ കുറിച്ച്, തന്റെ അസുഖത്തെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം അവിടെ മുഴുവൻ ഭഗവാനെ വർണ്ണിക്കുകയാണ്. സൂര്യസ്പർദ്ധി കിരീട ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം. വളരെയധികം സൂര്യന് പോലും അസൂയ തോന്നുന്ന രീതിയിലുള്ള ഗജ്വല്യമാനമായിട്ടുള്ള കിരീടം, അതുപോലെ തന്നെ ഭാരതദേശത്തെ നല്ല ഗോലോചന തിലകം, അത് കഴിഞ്ഞ് ഉയർന്ന നാസിക, മകര കുണ്ടലങ്ങൾ, അതുപോലെ തന്നെ ശ്രീവത്സം, വനമാല എന്നിവയാൽ ശോഭിക്കുന്ന മാർവിടം, അത് കഴിഞ്ഞാൽ പീതാംബരധാരിയായിട്ട് നിൽക്കുന്നത് കണങ്കാല്, അതുപോലെ ചെന്താമര പോലെയുള്ള കണ്ണുകൾ. ഇങ്ങനെയുള്ള ആ ഭഗവാനെ വർണ്ണിച്ച് വർണ്ണിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞു, സൗന്ദര്യമാണോ ഇത്? അതും പറയാൻ പറ്റുന്നില്ല. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അവിടോട്ട് പോയി സൗന്ദര്യത്തിന് പോലും പറയാൻ പറ്റാത്ത ആ സൗന്ദര്യോത്തരതോപി സുന്ദരതരം രൂപം. ആശ്ചര്യതോപി, ആശ്ചര്യം തോന്നുന്നു. ഇന്നും നമുക്ക് ഭഗവാൻ ആശ്ചര്യമാണ്, ഭട്ടതിരിയും ആശ്ചര്യമാണ്, നാരായണിത്വം നമുക്ക് ആശ്ചര്യമാണ്. കാരണം അത് എന്നും പുതിയതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ നാരായണീയം ഇത്രയും ജനകീയമായിരിക്കുന്നത് എന്ന് കൂടി അറിയണം. ഭാഗവതത്തെക്കാൾ ക്ലിഷ്ടമായ പദങ്ങളാണ് നാരായണീയത്തിലുള്ളത്. ഈ നാരായണീയം ഇത്രയധികം പ്രചരിപ്പിക്കാൻ ആദ്യമായി പരിശ്രമിച്ച ഒരു മഹത് വ്യക്തിയെ നമ്മൾ ഓർക്കണം. ശങ്കാളിപുരം അനന്തരാമ ദീക്ഷിതൻ എന്ന് പറയുന്ന അദ്ദേഹം ഇതിന്റെ പ്രചാരത്തിന് വളരെയധികം ശ്രമിച്ചു. അത് വളരെ ബലവത്തായി. ഇപ്പോൾ എന്തിനു പറയുന്നു, ഏത് ഗ്രാമങ്ങളിലും മുക്കിലും മൂലയിലും നമുക്ക് നാരായണീയ പാരായണം ശ്രമിക്കാം. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യുവജനങ്ങളെ കൂടി, നമ്മുടെ അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇവിടെ മുമ്പിലിരിക്കുന്ന ആചാര്യന്മാരും ഞങ്ങളെല്ലാം കഴിയാവുന്നത്ര നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന്റെ സന്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലാകൂ.
അപ്പോൾ ആ 3 ദശകം കഴിയുമ്പോൾ പിന്നെ എന്താണ് ആത്മപ്രലാപം. ആത്മപ്രലാപം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന പോലെ അയ്യോ എനിക്ക് വയ്യാതെ, എനിക്ക് തീരെ വയ്യ, എൻ്റെ നടുവേദന എടുക്കുന്നു, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ വേദന മാറും. അതുകൊണ്ടാണല്ലോ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഭർത്താക്കൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ വാതിൽക്കൽ കയറിയതും അവർക്ക് അസുഖം തുടങ്ങി, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും നമുക്ക് ആ ഒരു മോട്ടിവേഷൻ, അക്സെപ്റ്റൻസ്, റെക്കഗ്നേഷൻ, ആ എപ്പോഴും എന്തോ ഒന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നാരായണീയം വായിക്കൂ, നാരായണീയത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കൂ. അപ്പം ഇവിടെ 3-ാമത്തേല് തുടങ്ങി. അതായത് എനിക്ക് വളരെയധികം എന്താണ് പ്രയാസമുണ്ട് ഭഗവാനെ, എന്നെ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ രോഗം നീ മാറ്റി എല്ലാം ഒരു എന്താ പറയാ ചലഞ്ച് പോലെയൊക്കെ പറയുന്നത്. എന്റെ രോഗം നീ മാറ്റി തന്നിട്ടില്ലെങ്കിൽ നിനക്ക് എന്തുണ്ടാകും? എനിക്ക് കുഴപ്പമില്ല കേട്ടോ, നിന്റെ പേര് പോകും, അകീർത്തി ഉണ്ടാകും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം, പെട്ടെന്ന് പറയുകയാണ്. അത്ര ധൈര്യമായിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ വിശ്വാസത്തോടെ പറയുന്നത്. ആ അകീർത്തി ഉണ്ടാക്കരുത് ഭഗവാനെ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമേ. പിന്നെയുള്ള 99 ദശകം വരെയും അപ്ലിക്കേഷനാണ്. അവസാനത്തെ ലൈൻ പാഹിമാം കൃഷ്ണരോഗ പാഹിമാം, അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോന്നിലും ഭഗവാനോട് പറയാണ്, ഇത്രയൊക്കെ കഴിവുള്ള നീ എന്നെ രക്ഷിക്കണമേ, ഇത്രയെല്ലാം ആളുകളെ രക്ഷിച്ച നീ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ ഇവിടെ ഒരു ഭക്തിയെ ദൃഢമാക്കണം. ഈ ഭക്തി ദൃഢമാകണമെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം വേണം. ഭക്തിയുടെ പുറകിൽ വിശ്വാസവും ബുദ്ധിയുടെ പുറകിൽ തർക്കവുമാണ്, ലോജിക്. ചില കുട്ടികളെ നമ്മൾ അപ്പൊ നമ്മുടെ ലോജിക്കല്ല, ഇവിടെ വിശ്വാസമാണ്. എന്നെ ഗുരുവായൂരപ്പൻ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ ഈ വിശ്വാസം, ഈ ഭക്തി നമുക്ക് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവരിക? ഭക്തി എന്നുള്ളത് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ധർമ്മത്തിൽ കടപിടിക്കും. ആ ധർമ്മത്തിനോട് ചേർന്ന് നമ്മൾ പോകുന്ന സമയത്ത് അനീതികളെല്ലാം കുറയും. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാ തരത്തിലും നിരപരാധികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു, സ്വാർത്ഥത കൂടുന്നു. നമ്മളെല്ലാവരും അതിൽ ദുഃഖിച്ചിരിക്കുകയാണ്. എപ്പോഴും ലോകം എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിൽ എന്താണ് നമുക്ക് സമാധാനമില്ല. എല്ലാവർക്കും കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാവിധത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളും ഇന്നുണ്ട്. പക്ഷേ ശാന്തി ലഭിക്കുന്നില്ല. ആ ആന്തരികമായിട്ടുള്ള ശാന്തി കിട്ടാൻ ഉള്ളിലേക്കുള്ളൊരു നോട്ടമാണ് നാരായണീയം നമുക്ക് സന്ദേശമായി തരുന്നത്. അതായത് ആ തരത്തിലുള്ള ഭക്തിയാണ് ഈ സമൂഹത്തിൽ കൂടി നമുക്ക് വളരെയധികം ഒരു ആധാരമാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സംസ്കാരമുള്ളൊരു ജനത നമുക്ക് ലഭിക്കൂ. ആ രീതിയിൽ മുന്നോട്ട് നാരായണീയത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും അറിഞ്ഞു പോകുമ്പോൾ മുഴുവൻ എനിക്ക് പറയാനായിട്ടുള്ള ഇത് കിട്ടുകയില്ല. കാരണം ഇത് ഓരോ ചാപ്റ്ററും 4 ദിവസമോ 5 ദിവസമോ പറയാനുണ്ട്. ആ രീതിയിൽ പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള തിന്മ നന്മ എന്നുള്ളത് എപ്പോഴും ചേർന്നിരിക്കുന്ന, ഒരിക്കലും നന്മ മാത്രമായിട്ടും തിന്മ മാത്രമായിട്ടും. എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്, എവിടെ പ്രകാശമുണ്ടോ അവിടെ ഇരുട്ടുണ്ട്, എവിടെ ജ്ഞാനമുണ്ടോ അവിടെ അജ്ഞാനമുണ്ട്. അതേപോലെ തന്നെ ഈ നന്മയും തിന്മയും. അപ്പോൾ ആ തിന്മയുടെ പ്രതീകത്തിന്റെ രൂപത്തിൽ ശ്രീകൃഷ്ണാവതാരം തൊട്ട് നമ്മൾ കാണുന്നുണ്ട് കംസൻ എന്നയാൾക്ക് പിന്നീട് മുക്തി കൊടുക്കുകയാണ് ഭഗവാൻ. കാരണം കംസൻ വളരെയധികം ദേഷ്യത്തോടും വൈരത്തോടും കൂടി ആരോർത്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ തന്നെ എപ്പോൾ വരും, എന്നെ കൊല്ലാനായിട്ട് എപ്പോൾ വരും, ഭഗവാനെ ആ ഓർമ്മയുണ്ടല്ലോ. ഏത് തരത്തിലുള്ള ഭക്തിക്കാണെങ്കിലും അവിടെ ഭഗവാൻ എന്താണ് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംസൻ എന്ന് പറയുന്ന ആ പ്രതീകം ആ കഥകളിലൂടെ ആണെങ്കിലും അത് തിന്മയുടെ ആ തിന്മയാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ കുട്ടികളെല്ലാം തന്നെ ആവുകയാണെങ്കിലും തൃണാവർത്തനായിട്ടും ചകടാസുരനായിട്ടും പൂതനെ അയച്ചും എല്ലാ രീതിയിലും ആ തിന്മ ജയിക്കണം എന്ന് വളരെയധികം പ്രയാസപ്പെടുന്നു. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അവിടെ എല്ലാം ആ കൊച്ചുകുട്ടിയായ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് നന്മയുടെ വിജയമാണ്. അപ്പോൾ ആ നന്മ തിന്മ തമ്മിലുള്ള സംഘർഷം ഏത് കഥ നിങ്ങൾ നാരായണീയത്തിൽ മുഴുവനായിട്ട് എടുത്തുകൊള്ളൂ. ഇതൊന്നുമല്ല, ഇനിയും ധാരാളമുണ്ട്. അവിടെ എല്ലാം കാണുകയാണെങ്കിലും ആ കുറച്ച് വൈകിട്ടാണെങ്കിലും ഉടനെ അല്ലെങ്കിലും എപ്പോഴും നോക്കാമല്ലോ. ധർമ്മവും അധർമ്മത്തില് ആദ്യം ജയിക്കുന്നത് അസത്യമായിരിക്കും, അധർമ്മമായിരിക്കും. പക്ഷെ ഒരു അല്പം ക്ഷമയോടുകൂടി നമ്മൾ ഇരുന്നാൽ ആത്യന്തികമായി ആ ധർമ്മം തന്നെയാണ് വിജയിക്കുക. ആ ധർമ്മശ്രുതി എപ്പോൾ വരുന്നോ അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ യഥാ യഥാഹി ധർമ്മസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലാനിർഭവതി ഭാരത, ഞാൻ അപ്പോഴെല്ലാം വരും. ഈ വരവ് ഉറപ്പാണ്. നമ്മൾ ആരും ഈ ലോകം എങ്ങോട്ട് പോകും, ഇത് നശിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല.
കാരണം ഈ ഒരു വല്ലാത്ത ഒരു പരാകാഷ്ഠ എത്തുന്ന സമയത്ത് ഭഗവാൻ ആരുടെയെങ്കിലും രൂപത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ചിരിക്കും. അതായത് അമാവാസി പോലെയുള്ള ഇരുട്ടിലും അപ്പോൾ നമുക്ക് എന്ത് കാണാം? ചന്ദ്രനെ കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് വരും എന്നുള്ള ഒരു ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ്, അല്ലെങ്കിൽ ഒരു ആശാവഹമായ ഒരു ചിന്ത നമുക്ക് നാരായണീയം നൽകുന്നുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ടാടുന്നതാണ് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, പിന്നെ എന്തൊക്കെയോ ഡേ ഉണ്ട്. കുറേ ഡേ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് മാത്രം അച്ഛന് വലിയ ബഹുമാനമുണ്ട്, ഇന്ന് അമ്മയ്ക്ക് നല്ല ബഹുമാനം ഉണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ഭഗവാൻ കുചേലോപാഖ്യാനത്തിലെ ഭട്ടതിരി പറയുകയാണ്. എന്താണ് അതില്? അജാമിലോ നാമ മഹീസുരം അല്ലെ പറയുന്നു. അജാമലൻ കുചേലനാമ എന്ന് പറഞ്ഞാൽ കുചേലൻ എന്ന സതീർത്ഥ്യത്തെ കാണാം. സാന്ദീപനി മുനിയുടെ അവിടെ രണ്ടുപേരും കൂടി വളരെയധികം കൂട്ടുകാരായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. ഭഗവാൻ ദ്വാരകാധീശനായി എല്ലാ ഐശ്വര്യത്തോടു കൂടി വിളങ്ങുന്നു. നമ്മുടെ കുചേലനാണെങ്കിൽ കുചേലൻ, അതായത് കീറിയ ചേല ഉൾപ്പെട്ട സുദാമാവ് ഇവിടെ വളരെയധികം കഷ്ടപ്പാടുകളും സാംസാരികമായിട്ടുള്ള വളരെ കഷ്ടപ്പാടിൽ അങ്ങനെ മുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഈശ്വരനാമം വിട്ടിട്ടില്ല, ആത്മാഭിമാനം കളഞ്ഞിട്ടില്ല. ആ കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നതായിട്ടുള്ള രംഗം എല്ലാവർക്കും മനസ്സിൽ കാണാവുന്നതാണ്. ഏത് രീതിയിലാണ് അവിടെ വന്നു നിന്നപ്പോൾ ഒന്നും തന്നെ ആലോചിക്കാതെ അവിടെ നിന്ന് ഓടി വന്ന് തന്റെ സതീർത്ഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി മഞ്ചത്തിൽ ഇരുത്തിക്കൊണ്ട് രുക്മിണി അവിടെ നിന്ന് രാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും അറിയുന്ന രണ്ട് വരികൾ എന്റെ മനസ്സിൽ എപ്പോഴും ഓടി വരും. എന്തുകൊണ്ടോ ശൗരി കണ്ടു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ കരയുന്നു. സന്തോഷാസുക്കളാകാം, അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം എന്റെ സതീർത്ഥനെ കണ്ടതുകൊണ്ടാകാം. അങ്ങനെ കുചേല കൃഷ്ണ സമാഗമത്തിന്റെ ഒരുപാട് പാട്ടുകളും കവിതകളും ഒക്കെ ഉള്ളപ്പോൾ നാരായണീയത്തിൽ വളരെ ഭംഗിയായിട്ട് അത് നമ്മുടെ ഭട്ടതിരി എഴുതിയിരിക്കുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം, ഈ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലോ കാണേണ്ട ഒരു കാര്യമല്ല. അത് ശരിയായ ഉറച്ച സൗഹൃദമാണെങ്കിൽ ഏത് സമയത്തും ഏത് പരിസ്ഥിതിയിലും അത് നമ്മൾ നിലനിർത്തും എന്നുള്ള ഒരു ഉറച്ച സന്ദേശമാണ് ഈ കുചേലോപാഖ്യാനത്തിലൂടെ അദ്ദേഹം തരുന്നത്. അത് കഴിഞ്ഞാൽ നോക്കൂ, അതായത് നാമസ്മരണം. ഇന്ന് ഈ ഭക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും ആവശ്യം ഇപ്പോൾ നമ്മളെ പോലെ ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള ഈ കൂട്ടായ്മയാണ്. അതായത് സത്സംഗം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സത്സംഗം. എത്ര നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അതിലൊരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയത് യൂണിവേഴ്സൽ ലവ്. ആ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഇവിടെ സത്സംഗം, സത്ത് അസത്, സത്സംഗം കൂടുമ്പോൾ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവൂ. വേണ്ടാത്ത ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അപ്പൊ ആ സത്സംഗത്തിലൂടെ അജാമിളൻ എന്താണ് പറ്റിയത്? അജാമിളൻ വളരെ നല്ല ഒരു അജാമിളോ നാമ മഹാസുരപ്രഭു വളരെ നല്ല ധർമ്മിഷ്ഠനായ ആളായിരുന്നു. പക്ഷേ അദ്ദേഹവും വീണുപോയി. എന്താണ്? കുലനാമതാകുല, അദ്ദേഹം ആ ഒരു സ്ത്രീയുടെ വലയിൽ വീണുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം കുട്ടികളുണ്ടായി. ഏറ്റവും ഒടുവിലത്തെ കുട്ടിയുടെ പേര് നാരായണൻ എന്നാണ്. അവസാനം അദ്ദേഹം, അതാണ് നമുക്ക് ആദ്യം ഒരു സംസ്കാരമോ ഒരു ഭക്തിയുടെ ഒരു ബീജമോ ഒരു സീഡോ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും റിവൈവ് ചെയ്ത് അതിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അവസാനം എന്താണ് വിളിച്ചത്? അജാമിളൻ നാരായണ എന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വിളിച്ചു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പേര് നാരായണ, കൃഷ്ണ അങ്ങനെയൊക്കെ ഇടണം, കേശവ എന്നൊക്കെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എവിടേക്കൊക്കെയോ പോയി കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കിച്ചു എന്നൊക്കെ ആക്കി നമ്മൾ ലോപിപ്പിക്കുന്നുണ്ട്. അപ്പൊ നാരായണ എന്ന് വിളിച്ചപ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. അവൻ പിന്നെ ഇവിടെ കളിച്ചോണ്ട് അച്ഛൻ്റെ വയസ്സായ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കേട്ടുവല്ലോ, ആരാണ്? വൈകുണ്ഠവാസിയായ ഭഗവാൻ. നാരായണ എന്നുള്ള ഒരു വാക്ക് ഭഗവാൻ അവിടെ കേൾക്കുകയാണ്. അപ്പൊ അദ്ദേഹം കേട്ടതും യമദൂതന്മാർ വരുന്നു, ഭഗവാന്റെ പാർഷദന്മാർ വരുന്നു, വിഷ്ണുദൂതന്മാർ വരുന്നു. അവിടെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച സമയത്ത് ഇതിൽ നിന്നും ഒരേ ഒരു കാര്യമാണ്, അതായത് ശ്രുതികളിൽ നിന്നും
നമ്മൾ വേദങ്ങളിൽ നിന്നും ശ്രുതിയിൽ നിന്നും അതെല്ലാം വായിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതെല്ലാം ഞാൻ നല്ലപോലെ പഠിച്ചു എന്ന് പറഞ്ഞാൽ പാപം മാത്രമേ പോകുന്നുള്ളൂ, പാപവാസന പോകുന്നു. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. പാപവാസന എന്ന് പറയുന്നത് പോകണമെങ്കിൽ ഭട്ടതിരി ഉറപ്പിച്ചു പറയുന്നു, ഭഗവത് സ്മരണ മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു വഴി. ആ ഭഗവത് സ്മരണ അജാമിളന്റേതിലും കണ്ടു, ഗജേന്ദ്രമോക്ഷത്തിലും കണ്ടു. ഗജേന്ദ്രമോക്ഷത്തില് ആ ആന എന്ത് ചെയ്യുകയാണ്? ആ ആന ഇഹലോകമാകുന്ന, അല്ലെങ്കിൽ ആ ഇതിൽ വീണ് ആ പൊയ്കയിൽ ഇങ്ങനെ കടന്ന് 1000 വർഷമാണ് അല്ലെ, മുതല പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ഓർമ്മ വരുന്നില്ല. അവസാനമാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ദുഃഖത്തിന്റെ പരാകാഷ്ഠയിലാണ് ഈശ്വരനാമം കൂടുതൽ വരും. തുളസിദാസ് പറഞ്ഞു, ദുഃഖമേ സുമിരൻ സർക്കരെ സുഖമേ കരയിഞ്ഞ കോയി ജോ സുഖമേ സുമിരൻ കരൈ തോ ദുഃഖ കാഹേ പോയി. എല്ലാവരും ദുഃഖം വരുമ്പോൾ ഓർക്കും, സുഖം വരുമ്പോൾ ഓർക്കില്ല. എന്നാൽ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഓർത്താൽ പിന്നീട് ദുഃഖം നമുക്ക് ഒരുപോലെ, ആ ദുഃഖത്തെ നമുക്ക് നേരിടാൻ, അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് നമ്മുടെ മനസ്സിന്, ഒരു പക്വത നമുക്ക് കിട്ടും എന്ന് തുളസിദാസ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ. അതേപോലെ ഒടുവിലായപ്പോഴും ഗജേന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ഗജേന്ദ്രൻ ആ താമരപ്പൊയ്കയിലുള്ള ഒരു താമരപ്പൂ എടുത്ത് ഭഗവാൻ അർപ്പിക്കുക. അതുകൊണ്ടാണ് ആ ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യ ഗണ്ഡാധിരാജ നമ്മൾ അത് പറയുമ്പോൾ ഒരു താമരപ്പൂ ഭഗവാന്റെ കയ്യിൽ നമ്മൾ ഓർമ്മയോടുകൂടി കൊടുക്കുന്നത്, ആ ഓർമ്മയ്ക്ക്. അപ്പോഴാണ് അവിടെ നിന്ന് ഭഗവാൻ വരുന്നത്, ഗരുഡന്റെ പുറത്ത് വന്ന് ദർശനം കൊടുക്കുന്ന ജീവജാലങ്ങൾക്ക് എന്ന് പറയുന്ന പോലെ അവിടെയും ആ നാമസ്മരണ. അതുകൊണ്ട് ആ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ആ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നതിൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു സന്ദേശം, സാമൂഹികമായിട്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മളുടെ സത്സംഗമായിട്ടുള്ള ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള ചിന്തകൾ, ഏത് വേണമെങ്കിലും ആകട്ടെ, ഭഗവത്ഗീത, നാരായണീയം, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നല്ല ചിന്തകളെ കുറിച്ചുള്ളൊരു സംസാരം, ഇവയെല്ലാം നമ്മളെ ഏറ്റവും അധികം ഉയർത്തും, നമ്മുടെ മനസ്സിനെ പവിത്രമാക്കും. ഈ പവിത്രത, ഈ ക്ലീനിങ് പ്രോസസ്സാണ് നാരായണീയം വായിക്കുന്നതിലൂടെ പഠിക്കുന്നത് നമ്മൾ. അല്ലാതെ ഞാൻ 100 പ്രാവശ്യം നാരായണീയം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 40 പ്രാവശ്യം ഞാൻ ഭാഗവതം വായിച്ചു ഇല്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഞാൻ എന്തെങ്കിലും ഒന്ന് എൻ്റെ ആചരണത്തിൽ കൊണ്ടുവരുന്നുണ്ടോ, ഏതെങ്കിലും ഒന്ന്, പിന്നെ ഞാൻ അവരെ കുറ്റം പറയും, ഞാൻ അവരെ കുറിച്ച് വേണ്ടാത്ത ചിന്ത, അങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ട് അതിനെ മാറ്റുകളെ. നമുക്കൊക്കെ അങ്ങനെ വരും. കാരണം നമ്മളൊന്നും സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ് നമ്മളെല്ലാവരും. ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ആ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് കുറേയെങ്കിലും ഒക്കെ നമ്മുടെ വശത്താക്കണമെങ്കിൽ ഇതുപോലുള്ള ഈ ഗജേന്ദ്ര മോക്ഷത്തിൽ അത് വളരെ ഭംഗിയായിട്ട് ഭട്ടതിരി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് ഭഗവത് ഭക്തിക്ക് അവിടെ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഇല്ല. നിങ്ങൾ എല്ലാവരും അറിയുന്നതായിട്ടുള്ള പ്രഹ്ലാദന്റെ ഭക്തിയെ കുറിച്ച് അല്ലെ. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞാലും അസുര കുട്ടി ആണെങ്കിലും പ്രഹ്ലാദൻ എന്താണ് പറയുന്നത്? നാരായണ നാരായണ നാരായണ. വേണ്ട, എന്റെ പേര് പറയണ്ട, നീ എന്താ എപ്പോഴും നാരായണ എന്ന് പറയുന്നത്? അച്ഛൻ വീണ്ടും വളരെ സ്നേഹത്തോടുകൂടി സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയിട്ട് ചോദിക്കുന്നു, മോനെ നീ ഇന്ന് എന്താണ് പഠിച്ചത്? ഇന്ന് നീ പഠിച്ചത് എന്റെ പേര്? അച്ഛൻ ഞാൻ പഠിച്ചു നാരായണായ നമഃ. ദേഷ്യം വരുന്നു, പർവ്വതത്തിൽ നിന്ന് തള്ളിയിടുന്നു, വിഷം കലർത്തി കൊടുക്കുന്നു. ഇനി ചെയ്യാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല. അവിടെ സ്വന്തം മകൻ എന്നുള്ള നോട്ടം അവിടെ വന്നിട്ടില്ല. അതാണ് ആ പിതാവിന്റെ മനസ്സിൽ അത്രമാത്രം എന്താണ് തന്നെ കുറിച്ച്, അതിന്റെ പുറകിലുള്ള കഥയാണെങ്കിലും ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ പ്രതിക്രിയ നമ്മൾ കണ്ടു. അപ്പോഴും വളരെയധികം ശാന്തചിത്തനായി ഇരുന്നുകൊണ്ട് പറഞ്ഞു. എത്ര ദിവസമായി പറയുന്നു, എന്നാൽ എവിടെയുണ്ട് ഈ നാരായണൻ? നീ പറയുന്ന നാരായണൻ എവിടെയാണെന്ന് പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് അവിടെ ഭട്ടതിരി. ആ ഗുരുവായൂരപ്പനുണ്ടല്ലോ എല്ലാ സ്തംഭത്തിലും വന്നിരുന്നു. കാരണം ഇദ്ദേഹം ഏത് സ്തംഭത്തിലാണ് പോയി ഈ സ്തംഭത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുറകിലുള്ള സ്തംഭത്തിൽ കാണില്ലേ, ഇവിടെ ഇല്ലാതെ വരുമോ? ആരാണിത്? എന്റെ ഭക്തനാണ് ഈ കുട്ടി, എന്റെ ഭക്തനെ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്തംഭത്തിലും ഇരിക്കുമ്പോഴാണ് ഭട്ടതിരിക്ക് അത് എഴുതാൻ പറ്റിയില്ലെന്ന് കൂടി പറഞ്ഞു. എഴുതാൻ പറ്റാതെ അദ്ദേഹം വളരെയധികം തല പുകഞ്ഞു, ഇത് എങ്ങനെ ഞാൻ എഴുതും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ ഒരു അരുളപ്പാടുണ്ടാവുകയും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ആ വാക്ക്, ആ ശബ്ദ
നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് അതിന്റെ ഇടയിൽ കൂടി പറഞ്ഞു പോവുകയാണ്. അതായത് ആ സ്തംഭയെ കെട്ടയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുന്നിൽ അവതരിച്ചതായിട്ടുള്ള ഭഗവാനെ കണ്ടതോടുകൂടി ആ എല്ലാവരും പേടിച്ചു പറക്കുകയാണ്. എന്തിനേറെ ലക്ഷ്മി ദേവി പോലും അടുത്ത് വന്നില്ല. അത്ര പേടിച്ച് മാറി നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവരും പറയുന്നു, പ്രഹ്ലാദ നീ ഒന്ന് അടുത്ത് പോയി ശാന്തമാക്കൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി അടുത്തടുത്ത് വരികയാണ്. വന്നതും എടുത്ത് മലയിൽ വെക്കുന്നു. വളരെയധികം കരുണയോടുകൂടി അദ്ദേഹം പ്രഹ്ലാദനെ നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുക എന്നുള്ളത്, ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു ആസുര ശക്തി, അതിനെ നമുക്ക് വേണമെങ്കിൽ കാമക്രോധ മതലോഭങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു ക്രോധം അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് ആ കുട്ടി അച്ഛനെ ഇതിൽ നിന്നും നിവൃത്തിയാക്കി കൊടുത്തത് എന്നുള്ള ഒരു മഹത്തായ ഒരു കാര്യം കൂടി ഈ സ്തംഭയെ കെട്ടയത്. ആ സ്തംഭയെ കെട്ടയതെ പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഇതുപോലെയുള്ള നമ്മുടെ മനസ്സിലെ വിഷലിപ്തമായ കാര്യങ്ങൾ ഇതിലാണ് കാളിയന്റെ ഇതിൽ പാടുന്നത്. കാളിയ മർദ്ദനമാണ്. കാളിയ മർദ്ദനത്തിൽ നമ്മുടെ അകത്തുള്ള ആസുരി ശക്തികളുടെ മർദ്ദനമാണ് അവിടെ ഭാഗം ചെയ്തത്. ആ രീതിയിൽ മർദ്ദനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ അസൂയ, മതം, ക്രോധം, ലോഭം എന്നുള്ള ആ ചിത്ത മനസ്ഥിതികളെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് വിഷലിപ്തമായ കാളിയനിൽ നിന്നും ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭക്തിയാണ് പ്രേമഭക്തി. ആ പ്രേമഭക്തിയുടെ ഭഗവതോദാഹരണമാണ് ആര്? ഗോപികൾ. അവർക്ക് PhD-യോ അല്ല വലിയ പഠിത്തമോ ഒന്നുമില്ല, അവരൊന്നും പഠിച്ചിട്ടില്ല. അവർക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൃഷ്ണനാണ് ഞങ്ങൾക്കല്ല. അന്ധമായി ഞങ്ങൾക്ക് കൃഷ്ണൻ മതി, വേറെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക്. ആ ഗോപികകളുടെ അടുത്ത് ചെന്ന് ഉദ്ധവൻ പറയുന്നുണ്ട്, ഗോപികമാരെ നിങ്ങളെന്റെ കൃഷ്ണൻ മറന്നു. നിങ്ങൾ എന്തിനാ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? കൃഷ്ണൻ നിങ്ങളെ മറന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വക്കീല് തക്കത്തോടുകൂടി എങ്ങനെയാണോ ഓർഗ്യൂ ചെയ്യുന്നത്, അതുപോലെയാണ് ഗോപികമാര് നമ്മുടെ സൂർദാസിന്റെ ഭ്രമരഗീതത്തിൽ പറയുന്നത് ഞാൻ ഓർക്കുന്നത്. ഊധോ മനിനഹി ദസ് ബീസ്. ഊധോ എന്ന് പറഞ്ഞ ഉദ്ധവ, ഉദ്ധവ ഞങ്ങൾക്ക് 20 മനസ്സൊന്നുമില്ല. ഊധോ മനിനഹി ദസ് ബീസ്, 10-20 മനസ്സില്ല. ഏക ഹുദവോ ഗയ ശ്യാമസംഗ, ഒരേ ഒരു മനസ്സേ ഉള്ളൂ. അത് പോയി. എപ്പോഴോ ആരുടെ കൂടെ പോയി? ശ്യാമിന്റെ കൂടെ പോയി, കൃഷ്ണന്റെ കൂടെ പോയി, ആ ഉണ്ണിക്കണ്ണന്റെ കൂടെ പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ജ്ഞാനിയായ ഉദ്ധവൻ ആ ഗോപികമാരുടെ ഭക്തിയുടെ മുമ്പിൽ വണങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവിടെയും എന്താണ് ഭഗവാൻ കാണിച്ചു തരുന്നത്? നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അതായത് നമ്മൾ നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാന് രചിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത്ര കിലോ സ്വർണം കൊണ്ട് കൊടുക്കണം, ഇത്ര പൂ കൊണ്ട് കൊടുക്കണം, ഇത് കൊടുത്തവരെ മാത്രം, അതൊക്കെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അതൊന്നും അല്ല ശരിയായ ഭക്തി. ആ ശരിയായ ഭക്തി എന്ന് പറയുന്നത് എളിമയാണ്, നമുക്ക് മനസ്സിന് സമാധാനം. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള കഥകൾ ശബരിയിലും എല്ലാം നമ്മൾ കാണുന്നതായിട്ടുള്ള പല സന്ദർഭങ്ങളും. എന്തിനേറെ കംസന്റെ ആ മധുരയിലോട്ട് വന്നപ്പോൾ, മധുരയിലേക്ക് ഭഗവാൻ വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാവരും നോക്കി നോക്കി വരുമ്പോൾ ഒരാളവിടെ നിൽപ്പുണ്ട്. ആരാണത്? കുബ്ജ എന്താണ്? എല്ലാവരും പഠിക്കുന്ന കൂനി എന്നാണ്. അപ്പൊ കുബ്ജ ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാനാണെങ്കിൽ ഒരു കുറിക്കൂട്ട് വരും ഉടാനായിട്ട്. അപ്പൊ ആ കുറിക്കൂട്ട് ആരുടെ കയ്യിലുണ്ടെന്ന് നോക്കിയപ്പോഴുണ്ട് കുബ്ജ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നേരെ കുബ്ജയൊക്കെ ആരെ മൈൻഡ് കംസന് വേണ്ടി കൊണ്ടുപോകുന്നതാണത്. അപ്പോൾ ഭഗവാൻ അടുത്തു പോയി തന്റെ കാല് കൊണ്ട് ആ കുബ്ജയുടെ ആ വിരലിലോട്ടൊന്ന് അമർത്തിയതേ ഉള്ളൂ. കുബ്ജയുടെ എന്താണെന്ന് വെച്ചാൽ നേരെയായി. ഭഗവാന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം? നേരെ ഭക്തിയുള്ള കുബ്ജയുടെ ശരീരം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. കാരണം അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഭക്തിയോടുകൂടി നിൽക്കുന്നവരാണ്. ആ കുബ്ജ ഏറ്റവും വലിയ നമ്മള് മിസ് വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അതീവ സുന്ദരിയായി മാറുകയാണ് ആ കുബ്ജ. അപ്പൊ അങ്ങനെ നമ്മൾ വളരെയധികം എന്താ പറയുക, അതിനാണ് ഇപ്പൊ ഈ ഷോ എന്നൊക്കെയുള്ള ഒരു വാക്ക് പറയുന്നത്. അതിലൊന്നും ഭഗവാൻ മയങ്ങയില്ല. വളരെയധികം ഭക്തിയോടുകൂടി ആരാണെന്നുള്ളത് ഭഗവാൻ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാലും ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്ക് കടന്നു പോകണം, നമുക്ക് സങ്കടമായി. എത്ര നേരം ക്യൂ നിന്നിട്ടാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഭഗവാനെ കാണുന്നത്. പക്ഷെ തള്ളി വിടുന്ന സമയത്തും അവിടെയും ഭഗവാന്റെ മനസ്സിലൊരു വിചാരം എനിക്ക് തോന്നുന്നതല്ല, നീ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ കാണുന്നു.
ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സമാധാനമായിട്ട് പൊക്കോളൂ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് ഈ നാരായണീയത്തിലെ ഓരോ ദശകവും നമ്മളെ എത്തിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും സമയം പറഞ്ഞോളൂ എന്നിരിക്കും, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു കാണുന്ന ഒരു ഇതെനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്, വാത്സല്യം. വാത്സല്യം എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ മനസ്സിലെ വാത്സല്യം. ഇവിടെ ഏറ്റവും അധികം പുണ്യം ചെയ്തതാരാണ്? യശോദ അല്ലെ? കാരാഗൃഹത്തില് പാവം ദേവകി വസുദേവരും ചതുർഭാഗമായി ഭഗവാനെ കണ്ടു, തൊഴുതു. അപ്പോഴേക്കും ഭഗവാൻ മാറ്റി മായയിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഭഗവാനാണെന്ന് അറിയുമല്ലോ, അങ്ങനെ ഇവിടെ ലീലകൾ അത്ര ചെയ്യാനുണ്ട്, അതുകൊണ്ട് അത് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ കാണുന്നതായിട്ടുള്ള ഒരു രംഗം, അതായത് യശോദയുടെ ഗോപന്മാര്, ഇതൊക്കെയാണ് കൃഷ്ണന്റെ ഫ്രണ്ട്സ്. പശുക്കൾ വേണം, ഗോപന്മാര് വേണം, കുറെ കാട്. ഇങ്ങനെ രാവിലെ ആയി എക്സ്കർഷൻ പോകുന്ന പോലെ നല്ല സുഖമായിട്ടുണ്ട്, രസമായിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി വന്ന് കഴിഞ്ഞ് പ്രധാന ജോലി വെണ്ണ. ഇഷ്ടമാണ് ഭഗവാൻ വെണ്ണ കട്ട് തിന്നുക. വെണ്ണ കട്ട് തിന്ന് അത് ലെവല് മാറി. പിന്നെ വേറെ എവിടെയൊക്കെയോ വീടുകളിലൊക്കെ പോയി അവിടെ നിന്ന് വെണ്ണയെടുക്കുക, പിന്നെ അതിനടുത്ത് ചാണകം ഇട്ട് വയ്ക്കുക, ഇങ്ങനത്തെയൊക്കെ കുസൃതികളുണ്ട്. അവസാനം ഗതികെട്ട് ഗോപികമാര് വന്ന് പറയാൻ തുടങ്ങി, യശോദ നിന്റെ മകൻ ശരിയില്ല, നിന്റെ മകനെ നിലയ്ക്ക് നിർത്തിക്കൊള്ളണം എന്ന് പറയുന്ന സമയത്ത് യശോദ കുരൂഖരബന്ധനം എന്ന് പറഞ്ഞ് ഈ ഇതിൽ കെട്ടിയിടുന്നുണ്ട്. ഒരല് കെട്ടിയിട്ടപ്പോഴും എന്താണ്, ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ പേടി പോലെയൊക്കെ കാണിച്ച ഒരലിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു അത്ര വെണ്ണ ഉണ്ടായിരുന്നു. ആ വെണ്ണ ഇടയ്ക്കിടയ്ക്കെടുത്ത് അത് അത്ര, കാരണം അവിടെ ഗോപികമാരുടെ വെണ്ണയല്ല കട്ടത്, ഗോപികമാരുടെ മനസ്സിനെയാണ് അദ്ദേഹം അപഹരിച്ചത്. അതുകൊണ്ടാണ് ചിത്തച്ചോരൻ എന്ന വാക്ക് അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത്. ചിത്തച്ചോരൻ മനസ്സിനെ എങ്ങനെയാണ് അദ്ദേഹം ആകർഷിച്ചത്. അപ്പൊ ആ രീതിയിൽ അതേപോലെ യശോദ പ്രതിനവനീതം ഗോപികാദത്തമിച്ചൻ പ്രതി നവനീതം. വാക്കുകളൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതായിട്ടുള്ള വാക്കുകളാണ്. പുതിയ രീതി, ദിവസവും പുതിയ വെണ്ണ. എന്നാൽ അത് ഫ്രിഡ്ജില്ലല്ലോ, ഇവരൊക്കെ ഉറിയിലാണ് വെക്കുന്നതല്ലോ. ഉറിയിൽ നിന്നും എടുത്തെടുത്ത് ദിവസവും നവനീതം, നവനീതം. അതുപോലെ പാല് കൊടുക്കുന്ന സമയത്ത് സാധാരണ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്നതായ നിർവൃതി തരണമതി യശോദ സ്തന്യത ധന്യധന്യ, അപ്പോഴുണ്ടാകുന്നതായിട്ടുള്ള ഒരു നിർവൃതി. അതുപോലെ മുട്ടുകുത്തുന്ന സമയത്ത് തന്റെ പ്രതിബിംബം കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കവിയാണ് വാത്സല്യത്തിന്റെ സമ്രാട്ടായ സൂര്യദാസ്. ഹിന്ദി പഠിപ്പിച്ചത് കൊണ്ടോ എന്നറിയില്ല, എനിക്കത് സന്ദർഭവശാൽ പറയേണ്ടി വരുന്നു. കൃഷ്ണനെ പിടിച്ച് യശോദ കൊണ്ടുവന്ന് ഗോപികമാരുടെ മുമ്പിൽ നിർത്തി, നീ എന്താണ് വെണ്ണ കട്ടത്, നിന്റെ കവിളിലൊക്കെ വെണ്ണയുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വ്രജഭാഷയിലെ ആ വ്രജ ഹിന്ദിയാണ്, മയ്യാ മേനഹി മാഖനിക്കായോ, പൊന്നമ്മേ ഞാൻ വെണ്ണ തിന്നിട്ടില്ല. വെണ്ണ തിന്നിട്ടില്ലേ, പിന്നെ എങ്ങനെയാണ് നിന്റെ കവിളിൽ കൂടെ വെണ്ണ വന്നത്? അത് ഈ കൂടെയുള്ള കൂട്ടുകാരൊക്കെ മഹാമോശമേ, അവരെല്ലാവരും അവര് കഴിച്ചിട്ട് അവര് എന്റെ കവിളിൽ തേച്ചു വെച്ചു, എനിക്കൊന്നും അറിയില്ല. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. നമ്മുടെ കുട്ടികളെല്ലാവരും പറയുന്ന ഈ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, മറ്റേ വീട്ടിലുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കുക. ഇതൊക്കെ നമുക്ക് ഒരു ഇതായിട്ട് തോന്നരുത്. വളരെ സരളമായിട്ടാണ് ഭട്ടതിരി അതെല്ലാം എഴുതിയിരിക്കുന്നത്, സൂര്യദാസ് എഴുതിയിരിക്കുന്നത്. സൂര്യദാസ് എത്ര വലിയ, അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അമ്മ ഉറങ്ങിക്കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൃഷ്ണന്റെ ബിംബം, ആ ഒരു വാത്സല്യം ഇന്ന് നമ്മുടെ വീട്ടിൽ കാണുന്നതായിട്ടുള്ള, ഓടി നടക്കുന്നതായിട്ടുള്ള, മുട്ടുകുത്തുന്നതായിട്ടുള്ള ആ കുട്ടികളെല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ബാലലീലകൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഭട്ടതിരി എഴുതിയത്. ആലോചിച്ച് നോക്കണം. ഓരോ ദിവസവും വരും, ഭാഗവതം വായിക്കും, പ്രദക്ഷിണം വയ്ക്കും, ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ സമർപ്പിക്കുന്നു, ഇത്രയും ചെയ്തു കൊടുത്തില്ലേ, എന്റെ രോഗങ്ങളെ മാറ്റണമേ, എന്റെ രോഗങ്ങളെ മാറ്റണമേ. കാരണം നമ്മളൊക്കെ ഇരുന്ന് വായിക്കുന്ന പോലെ അല്ല നാരായണീയം അദ്ദേഹം എഴുതുകയാണ്, വായിക്കണം, നമ്മൾ വായിക്കുകയാണ്. എഴുതുന്ന സമയത്തുള്ള വാദരോഗ പീഡ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വിഷമത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നതും മാതൃദത്തൻ എന്ന അദ്ദേഹത്തിന്റെ അനുജൻ അത് എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല, ആ രീതിയിലാണ് എഴുതുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അതിലോട്ട് വീണ്ടും ആ വാത്സല്യത്തിന്റെ കാര്യവും കൂടി കഴിഞ്ഞു വരുമ്പോൾ, ഗോപികളുടെയും കഴിഞ്ഞ് പിന്നീട് വരുന്നതായിട്ടുള്ള 91 മുതൽ
100 വരെ ഭക്ഷണത്തിൽ വേറൊരു ലെവലിലോട്ട് പോകും. കഴിഞ്ഞു. ഇവിടെയെല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ വേദാന്ത ചിന്തകളാണ്. കർമ്മമിശ്ര ഭക്തി, ഭക്തി പിന്നീട് വേദാന്തം എന്താണ്, വേദാന്തത്തെ കുറിച്ച് പറയുന്നു. കാരണം അദ്ദേഹം എന്താണ്, വേദങ്ങൾ മുഴുവൻ കലക്കി കുടിച്ച ആളുകൾ. ഋഗ്വേദത്തിന്റെ ഒരു സ്വാധീനമുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ഓരോ ദശകവും 10, ചില ദശകം മാത്രമേ 11, 12 അങ്ങനെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം 10 ദശകം വെച്ചാണ് എഴുതി ഭഗവാന് സമർപ്പിക്കാമെന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ആ രീതിയിൽ പിന്നീടുള്ള 24 ഗുരുക്കന്മാരെ പറ്റി ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തെ മുഴുവൻ ചുരുക്കി 24 ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാവരും തന്നെ നമുക്ക് ഗുരുക്കന്മാരാണ്. അദ്ദേഹം ഗുരുവായിട്ട് പറഞ്ഞിരിക്കുന്നത് ജലത്തെ പറഞ്ഞു, ജലത്തെ പോലെ നിർമ്മലമായിരിക്കണം, വായുവിനെ പോലെ എല്ലാ സ്ഥലത്തും ഇരിക്കണം, പക്ഷേ അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ്, വായു അങ്ങനെ സംഘം ചേരുന്നില്ല. അതേപോലെ തന്നെ കബോധം എന്താണെന്ന് വെച്ചാൽ ആ വലയിൽ തന്റെ കുഞ്ഞ് വീണപ്പോൾ ഇവരാ വലയിൽ വീണ് മരിക്കുകയാണ്. ആ തരത്തിലുള്ള ആസക്തി നമുക്കുണ്ടാകരുത്. നമ്മളുടെ ബന്ധുസ്നേഹം വിജഹ്യാം, ഈ ബന്ധുസ്നേഹമെല്ലാമാണ് നമ്മളെ മായാവലയത്തിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ പടിയായിട്ട് മാനസികമായിട്ട് ഉയർന്ന് ഭട്ടതിരി അവിടെ എത്തിയപ്പോഴേക്കും, അതായത് ഈ കളത്രം അതുപോലെ ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് ബന്ധനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇതിൽ നിന്നെല്ലാം വിട്ടുവിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ, ഞാൻ ആ വലയിൽ വീണു പോകരുതേ, പതുക്കെ പതുക്കെ എന്നെ ഉയർത്തിക്കൊണ്ട് വരയണമേ എന്ന് 91, 92, 93 അങ്ങനെ 98 നമസ്കാര ശ്ലോകമാണ്. പിന്നീട് 99 അദ്ദേഹം എന്താണ്, അവിടെയും ഒരു ആപ്ലിക്കേഷൻ അദ്ദേഹം ഇടുന്നുണ്ട്. എന്താ അവിടെ വരെ പറഞ്ഞു. ഈ 99 കഴിഞ്ഞ് 100 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. ഞാൻ കണ്ടു, കാണുന്നു. എന്താണ് കാണുന്നത്? അഗ്രേ പശ്യാമി തേജോ നിബിഡകരകളായാവലീലോഭനീയം. അതാ അഗ്രേ പശ്യാമി, ഞാൻ കാണുന്നു. എന്താണ് കാണുന്നത്? ആ നീല നിറത്തിലുള്ള ഒരു രൂപം. അവിടെ ഭഗവാൻ ബാലഗോപാലൻ നിൽക്കുന്നു. അവിടെ ചുറ്റുമായിട്ടുള്ള ആളുകളും അതുപോലെ ഉപനിഷത്ത് സുന്ദരികളാൽ വലയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ശ്ലോകവും ബാഹുദ്വേന മഞ്ജീരം മഞ്ജുനാഥൈ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ശ്ലോകവും അദ്ദേഹം വർണ്ണിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സ് അത് ഓരോന്നും വർണ്ണിക്കുമ്പോഴും ആ ഭഗവാന്റെ രൂപത്തിലോട്ട് ലയിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ വായിക്കാൻ. ആരായാലും വായിക്കുമ്പോൾ തന്നെ ആ ബിംബം മുമ്പിൽ വരണം, ആ കാഴ്ച നമ്മുടെ മുമ്പിൽ വരണം. അത് ഏത് വേണമെങ്കിലാകട്ടെ, ബാലലീലയാകട്ടെ, സ്തംഭയകട്ടേതാകട്ടെ, കാളിന്തി ഇതാകട്ടെ, ഇനി അതല്ലെങ്കിൽ എന്താണ് കപിലോപദേശം, വളരെ അമ്മയ്ക്ക് തരുന്നതായിട്ടുള്ള കപിലോപദേശം എന്താണെന്നുള്ളത് നമ്മൾ അത്രയും കഴിഞ്ഞതിന് ശേഷം അമ്മ പറയാണ്, മോനെ എനിക്കൊന്ന് മോക്ഷത്തിലുള്ള വഴി പറഞ്ഞു തരൂ. കപിലതരുവിധിത്വം, അത് ഇത്രയും ദേവബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കപിലോപദേശവും കഴിഞ്ഞ് 99 കഴിഞ്ഞ് 100ാമത്തെ ദശകത്തിൽ അദ്ദേഹം എഴുതിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും എഴുതിയ ഈ വിദ്വാനായ പണ്ഡിതനായ ഭക്തകേസരിയായ ഭട്ടതിരി പറഞ്ഞതെന്താണ്? അജ്ഞാത്വാത്തേ മഹത്വം. എനിക്ക് താങ്കളുടെ മഹത്വം ഒന്നും അറിയില്ല. അജ്ഞാത്വം നമ്മളൊക്കെ എവിടെയാണെന്നാണ് ഞാൻ അറിയുന്നത്. അജ്ഞാത്വാത്തേ മഹത്വം വ്യതിഗണിക്കതിതം വിശ്വനാഥ. ഹേ വിശ്വനാഥ. ആരാണ് വിശ്വനാഥൻ? ഭഗവാൻ. വിശ്വത്തിന് മുഴുവൻ നാഥൻ. അതുകൊണ്ടാണ് വിശ്വ ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സലഃ. അപ്പൊ ലോകത്തിന് മുഴുവൻ ബന്ധുവാണ്. അതുപോലെ വിശ്വനാഥൻ, വിശ്വത്തിന് മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെ എനിക്ക് അങ്ങയെ കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ അജ്ഞനാണ്. യതിക നിഗദിതം വിശ്വനാഥ ക്ഷമ. ഏത് സ്തോത്രം എത്രയാണ്? സഹസ്രോത്തരം അധികതരം. ഒരു 1000ൽ മേളിലുള്ള ശ്ലോകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അത്രയും എഴുതിയിട്ടുണ്ട്. അതിൽ എന്തെല്ലാം ഞാൻ പ്രസാദമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. പക്ഷേ ആ പ്രസാദത്തിൽ തരികയാണെങ്കിലും ഇതിൽ എന്തെല്ലാം തെറ്റുകളുണ്ടോ അത് മുഴുവൻ ഭഗവാനെ ഗുരുവായൂരപ്പ ക്ഷമിക്കുക എന്ന് പറയുന്ന അവസാനത്തെ ശ്ലോകമാണ് അജ്ഞാത്വാത്തേ മഹത്വം. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതില് ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യതിക നിഗദിതം വിശ്വനാഥ ക്ഷമയതാൽ സഹസ്രോത്തരം അധികതരം തൽപ്രസാദായ ഭൂയ
ദ്വേര നാരായണീയം ശ്രുതി ശുച ജനുഷ. ദ്വേര രണ്ട്, നാരായണ ഒന്ന് നാരായണീയം, നാരായണനെ സംബന്ധിക്കുന്നത് നാരായണീയം. പിന്നെ നാരായണൻ എന്ന ഞാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അതുകൊണ്ടാണ് ദ്വേര നാരായണീയം ശ്രുതിഷു ജനുഷ. അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രുതിയിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനുസ്സുകളെ കൊണ്ട് എഴുതുക. ശ്രുതിഷു ജനുഷ. ജനുസ്സുകൾ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാനാണ് പറയുന്നത്. വേദങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ത് ചെയ്തത്? ഭഗവാന്റെ ലീലകളെയും ആ ലീലാവിശേഷങ്ങളെയും ഇത്ര മധുരമായി, ഇത്ര ആത്മസമർപ്പണത്തോടെ, ഇത്ര ഭക്തിയോടുകൂടി അദ്ദേഹം നാരായണത്തിൽ ഉടനീളം അദ്ദേഹം വർണ്ണിച്ചത്, അല്ലെങ്കിൽ എഴുതാൻ ഭഗവാൻ പ്രേരണ കൊടുത്തത്. അതാണ് ശ്രുതി ശുച ജനുഷ സ്തുത്യത വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഹി ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. മെസ്സേജ് വേറെ വേണ്ടല്ലോ, എത്രയും വലിയൊരു മെസ്സേജ്. തന്റെ വാദരോഗം മാറ്റാനായി തുടങ്ങിയ നാരായണീയത്തിന്റെ ആരംഭത്തിൽ നിന്ന് തുടങ്ങിയ ഭട്ടതിരി എത്തി നിൽക്കുന്നത് എനിക്ക് ആയുസ് മാത്രം. വെറുതെ എന്തിനാ ആയുസ്? എങ്ങനെയുള്ള ആയുസ്? എത്ര പെറുക്കി എടുത്തിരിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുമ്പോൾ അവസാനം ആയതുകൊണ്ടായിരിക്കും അല്ലെ? ആയുരാരോഗ്യ സൗഖ്യം, ആരോഗ്യത്തോടു കൂടിയ ആയുസ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്. നമ്മളെപ്പോഴും പറയില്ലേ, ഭഗവാനെ എനിക്ക് ആരോഗ്യത്തോടു കൂടി ആയുസ് തന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള മഹത്തായ സന്ദേശം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മളത് സ്വീകരിച്ചേ കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ അജ്ഞാത്വത്തെ മഹത്വം എന്ന് പറഞ്ഞാല് ഞാനൊക്കെ എന്താണ്, ഞാൻ ഒന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതരുടെ മുമ്പിലും ഞാൻ ആരുമല്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹ ആശിസ്സുകൾ എനിക്ക് കിട്ടണമേ എന്ന ഭഗവൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭട്ടതിരിയുടെ കാൽക്കൽ വീഴുമ്പോൾ ഭട്ടതിരി നിമിത്തമാവുകയാണ്. കാരണം ഭട്ടതിരി തന്നെ പറഞ്ഞു, സർവം ഭവത്പ്രേരണൈവ ഭൂമൻ. എല്ലാ ഭഗവാനെ നിങ്ങളുടെ പ്രേരണയാണ്. ആ പ്രേരണ കൊണ്ട് ഭഗവാൻ വാതരോഗം കൊടുത്തു. ആ വാതരോഗത്തിൽ നിന്നും നാരായണീയം എന്ന ശ്രേഷ്ഠമായ, എന്താണ് പറയേണ്ടത്, ഒരു രത്നം എന്ന് വേണമെങ്കിൽ, ഒരു രത്നമാലയോ ഇതൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ മുമ്പാകെ തന്നിരിക്കുകയാണ്. അത് ഇഷ്ടംപോലെ നമ്മൾ പാനം ചെയ്യുക, അത് നല്ലപോലെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അന്ധക്കരണ ശുദ്ധി നമുക്ക് വരട്ടെ. ഞാനാണെങ്കിലും ഈ പറയുന്ന എനിക്കും എപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള മനസ്സിലുള്ള ചാഞ്ചല്യം വരുമ്പോൾ അത് സ്വയം മാറ്റിയെടുക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമുക്ക് ഏവർക്കും അതുപോലെയുള്ള ഒരു ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയ ഒരു ജനത ഉണ്ടായാൽ മാത്രമേ ആ കുടുംബത്തിൽ നിന്നും അത് തുടങ്ങണം. ആ കുടുംബത്തിൽ നിന്നും തുടങ്ങിയത് സമൂഹത്തിലേക്ക് വരുന്നു. ആ സമൂഹത്തിൽ നിന്നും പിന്നീട് അത് രാഷ്ട്രത്തിൽ വരുന്നു. ആ രാഷ്ട്രത്തിൽ നിന്നും പിന്നീട് അത് വിശ്വശാന്തിയിലേക്ക് വരികയാണ്. ആ വിശ്വശാന്തിയിൽ വരുമ്പോൾ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് ആ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ. നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ യുദ്ധങ്ങളും എല്ലാം ഒന്ന് നല്ലപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിന്റെ പുറകിലും എന്താണ്? മനുഷ്യ മനസ്സിന്റെ ഒരു ചേർച്ചയില്ലായ്മ. നീ വലുത്, ഞാൻ വലുത്, ഞാൻ താഴുകയില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ബൃഹത്തായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് തന്നെ നമ്മൾ തുടങ്ങണം. അതിനൊക്കെ എനിക്ക് പറ്റുമോ, നിനക്ക് പറ്റുമോ, ഞാൻ അല്ല, ആകുന്ന രീതിയിൽ കണ്ണാറക്കടനും തന്നാലായത് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ ആ ഗുരുവായൂരപ്പന്റെ ഭട്ടതിരിയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ വീണ്ടും ഇവിടെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളോട് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ ഇത്രനേരം ശ്രമിച്ച ഇവിടെ ഇരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുരുവായൂരപ്പ.